ഇപ്പോൾ ഡൽഹി ഇലക്ഷനുമായി ബന്ധപ്പെട്ട് മഹാരാഷ്ട്ര ഇലക്ഷൻ, ഹരിയാന ഇലക്ഷൻ, ഇതൊക്കെ ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. ഈ കോൺഗ്രസ് പാർട്ടിയെ പറ്റി ഞാൻ ഏകദേശം 2-3 വർഷം മുമ്പ് വളരെ ക്രിസ്റ്റൽ ക്ലിയറായിട്ട് പറഞ്ഞു. കോൺഗ്രസ് പാർട്ടി ഇന്ത്യയിൽ, അതായത് ഇന്നത്തെ സ്ട്രക്ചറിൽ ഇന്ത്യയിൽ അവരുടെ പോളിസീസ്, എക്കണോമിക് പോളിസീസ്, സോഷ്യൽ പോളിസി, അവർ ഈ പറയുന്ന സെക്യുലറിസം, സോഫ്റ്റ് ഹിന്ദുത്വ, ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സോണിയാഗാന്ധി, പിന്നെ അവരുടെ കുറച്ച് കൂട്ടത്തിൽ നടക്കുന്ന കുറച്ച് ആൾക്കാരും, ഇവരെല്ലാം കൂടെ ചേർന്ന് ഉള്ള ഈ പാർട്ടിയുടെ സഖ്യങ്ങളെല്ലാം കൂടെ വരുമ്പോൾ അവരൊരു കാരണവശാലും ഇന്നത്തെ സ്ട്രക്ചറിൽ അവർ ഇന്ത്യയിൽ അധികാരത്തിൽ വരത്തില്ല. അതിനെ എതിർത്ത് പല ആൾക്കാരും പറഞ്ഞു, പല മലയാളികൾ അതിനെ അതങ്ങനല്ല, അതിങ്ങനെ, ഞങ്ങൾക്ക് കോൺഗ്രസിന് 100 സീറ്റ്, കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരൊക്കെയാണ് പറയുന്നത്. ഈ ഡൽഹി ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം 57% വോട്ടിംഗ് ഷെയർ ഉണ്ടായിരുന്നു കോൺഗ്രസ് പാർട്ടി ഒറ്റയ്ക്ക്. ഇന്ന് 4.2 to 4.3 or 5%, 57 നിന്നാണ് ഈ 4 മുതൽ 5% വരെ വോട്ടിംഗ് ഷെയറായിട്ട് കോൺഗ്രസ് മാറിയത്. ഡൽഹി ക്യാപിറ്റൽ സിറ്റിയാണ്, ഇതിൻ്റെ പ്രാധാന്യമുണ്ട്. അതിന് ഇന്ത്യയുടെ എല്ലാ സ്റ്റേറ്റുകളുടെ മൾട്ടി പ്ലൂറൽ സ്വഭാവമുള്ള സിറ്റിയാണ്. ഈ ഡൽഹി സിറ്റിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ടത്, അവിടെയുള്ള ഹിന്ദുക്കൾക്ക് ഈ പറയുന്ന ഹിന്ദുത്വ എന്ന് പറയുന്നൊരു കുന്തമാണ്, അവർക്ക് താല്പര്യമൊന്നുമില്ല. അവർ മുന്നിൽ കാണുന്നത് ഗ്ലോബൽ പൊളിറ്റിക്സ്, അവരുടെ വെൽഫെയർ, ഏതൊക്കെ രീതിയിൽ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അതായത് നമ്മൾ ഒരു ഇന്ത്യയുടെ ഒരു എക്സാമ്പിൾ, അതായത് നമ്മളൊരു കേസ് സ്റ്റഡിയുമായിട്ട് ബന്ധപ്പെട്ട് ഡൽഹിയെ പറ്റി പഠിക്കുന്നവർ, ഡൽഹിയിൽ ഇന്നുണ്ടാകുന്നത് നാളെ ഉണ്ടാകുന്നതും അത് റിഫ്ലക്റ്റ് ചെയ്ത് ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിലോട്ടും പോയ പാരമ്പര്യമാണ് ഇന്ന് വരെ ഉള്ളത്. അതുകൊണ്ടാണ് ആം ആദ്മി പാർട്ടിയും കേജ്രിവാളും ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് പൊളിറ്റിക്കൽ പാർട്ടി ഇൻ ദ വേൾഡ്. ആ രീതിയിലാണ് കേജ്രിവാളിനെ പറഞ്ഞത്. കാരണം ആ സമയത്ത് ആം ആദ്മി പാർട്ടിയായിരുന്നു. ഈ ബേസിക്കലി ഈ പാർട്ടിയുടെ സ്വഭാവം അറിയാം. അവരൊരു സമയത്ത് ഭാരത് മാതാ കി ജയ് പറയും, മറ്റൊരു സമയത്ത് ജയ് ശ്രീറാം പറയും, മൂന്നാമത് ഹനുമാൻ ചാലസ്യ അതിനെപ്പറ്റി പറയും. പക്ഷേ അവർ ഇൻക്വിലാബ് സിന്ദാബാദും വിളിക്കും. അപ്പം നിങ്ങൾ വിചാരിക്കേണ്ടത് എന്തുവാണ്? അതായത് ഹാർഡ് കോർ സോഫ്റ്റ് ഹിന്ദുത്വ പ്ലസ് ഹാർഡ് കോർ കമ്മ്യൂണിസം, അതായത് ഹാർഡ് കോർ റാഡിക്കൽ, ആ രീതിയിൽ ചിന്തിക്കുന്നൊരു പൊളിറ്റിക്കൽ പാർട്ടിയായിരുന്നു ഈ പറയുന്ന ആം ആദ്മി പാർട്ടി. അവരൊരു കാരണവശാൽ ലിബറലൈസ്ഡ് എക്കോണമിയോ റിഫോംസിനെ പിന്തുണച്ചില്ല. ഈ കോൺഗ്രസിൻ്റെ ഒരു സ്വഭാവം ഉണ്ടല്ലോ, അവർ സോഷ്യലിസ്റ്റ് എക്കോണമിയാണ്, നെഹ്റുവിയൻ സ്കൂൾ ഓഫ് തോട്ട്സിലാണ് അവർ വിശ്വസിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയിലെ ഒപ്പോസിഷൻ പാർട്ടി എടുക്കുക, ലാലു പ്രസാദ് യാദവിൻ്റെ പാർട്ടി എടുക്കുക, അപ്പുറത്തെ DMK എടുക്കുക, എല്ലാ പൊളിറ്റിക്കൽ ഒപ്പോസിഷനായിട്ട് പൊളിറ്റിക്കൽ പാർട്ടി, BJPക്കകത്ത് 2 പൊളിറ്റിക്കൽ പാർട്ടി, ഒന്ന് ചന്ദ്രബാബു നായിഡു മെയിൻ കാരണം നിതീഷ് കുമാർ, അവർ രണ്ടുപേരും ബേസിക്കലി ഒരു സോഷ്യലിസ്റ്റ് എക്കോണമി. അതിൻ്റെ ചന്ദ്രബാബു നായിഡു മാത്രം വ്യത്യസ്തനാണ്. അദ്ദേഹം ഒരു റൈറ്റ് വിങ് എക്കോണമിയുടെ ഒരാളാണ്, ആ പൊളിറ്റിക്സിൻ്റെ ആളാണ് ചന്ദ്രബാബു നായിഡു. ബാക്കി നിതീഷ് ആണെങ്കിൽ അതിൻ്റെ ചെറിയ പൊളിറ്റിക്കൽ പാർട്ടിയല്ല. അവർ വിശ്വസിക്കുന്ന ബേസിക്കലി ഒരു സോഷ്യലിസ്റ്റ്, ഒരു സെൻട്രിസ്റ്റ് പൊളിറ്റിക്കൽ പാർട്ടി, ഇപ്പുറത്തൊരു ലെഫ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒപ്പോസിഷൻ പാർട്ടി ഇൻക്ലൂഡിങ് കോൺഗ്രസ് ഉള്ളത്. ഇനി നമ്മൾ ചിന്തിക്കാവുന്നൊരു വിഷയമുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ പൊളിറ്റിക്സ് ഇനി എന്തായിരിക്കും ഫ്യൂച്ചറിൽ? കാരണം പ്രതിപക്ഷത്തെ സംഭവിക്കാനാണ്. പ്രതിപക്ഷം ഒരു കാരണവശാലും ഭരണപക്ഷത്തോട്ട് വരാൻ അവർക്ക് കഴിയില്ല. ഇന്ത്യയിലെ ജനങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്യില്ല. ഇതാണ് മുമ്പിലുള്ള ക്വസ്റ്റ്യൻ. അപ്പം 3ാമത്തെ ടേമാണ് മോദി. ഇനി എന്തായിരിക്കും? കോൺഗ്രസിൻ്റെ പാർട്ടി കൃത്യമായിട്ട് പറയാം, അവർ വട്ടപൂജ്യങ്ങളായിട്ട് പലയിടത്തുമ്പോൾ, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കൃത്യമായിട്ട് പറയാം, കേരളത്തിൽ BJPക്ക് നല്ലൊരു റൈറ്റ് വിങ്ങിന് നല്ലൊരു പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഇല്ല, ഒരു കരിസ്മാറ്റിക് ആയിട്ടുള്ള ലീഡേഴ്സ് ഇല്ല. അതൊക്കെ വരുവാണെങ്കിൽ മാത്രം 2026 ഒരു ഇലക്ഷൻ നടക്കുമ്പോൾ ആ ഒരു ഇക്വേഷൻ്റെ അകത്ത് നല്ല ലീഡേഴ്സും നല്ല അജണ്ടയും മുന്നിൽ വെക്കുക. അതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം. ഒരു കാര്യം, ഇപ്പോൾ കേരളത്തിലെ BJPയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിൽ എക്കണോമിക് പോളിസിയുടെ കാര്യത്തിൽ ഒരേപോലെ. അത് കേരളത്തിലെ 3 പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ പാർട്ടി അവരുടെ ഈ യൂണിയൻ, അതായത് BMSഉം CITUമാണ്, INTUC ആണെങ്കിൽ അവരൊരേ നിലപാടാണ്. അപ്പം അവരുടെ നിലപാട് എന്തുവാ? അവർക്ക് താല്പര്യം എയർപോർട്ടുകൾ സ്വകാര്യവൽക്കരിക്കരുത്, ഒരു കാരണവശാലും ഒരു സംഭവം സ്വകാര്യവൽക്കരണം നടത്തരുത്, എല്ലാം ഗവൺമെൻറ്റിൻ്റെ റെഡ് ടൈപ്പിലായിരിക്കണം. ഈ പോളിസി ഒരേപോലെ പോകുമ്പോഴാണ്
ഇവിടെ BJPക്ക് ബേസിക്കലി ഐഡിയോളജിക്കലായിട്ട് മാത്രമൊന്നുമല്ല ഒരു റിഫോം സ്ട്രക്ചറിൽ ഗ്രോ ചെയ്യാൻ കേരളത്തിൽ സാധിക്കാത്തത്. ഇത് പ്രധാനപ്പെട്ട ഘടകമാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഇതിനകത്ത് കാതലായ മാറ്റം കൊണ്ടുവന്നില്ല എങ്കിൽ, അതേപോലെ നല്ല ലീഡർഷിപ്പ് BJP കേരളത്തിൽ വന്നില്ല എങ്കിൽ ഈ പറയുന്ന വലിയ പുരോഗതിയൊന്നും ഉണ്ടാകത്തില്ല. നല്ല ലീഡർഷിപ്പ് വരികയും അതിന് മൾട്ടിപ്പിളായിട്ട് പല ഫാക്ടേഴ്സ് ഉപയോഗിച്ച് ആൾക്കാരെ ആകർഷിക്കാൻ ശ്രമിക്കാൻ കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ഇപ്പോൾ 20, 25, 30 സീറ്റുകൾ കിട്ടാൻ സാധ്യതയുണ്ട് 2026. അങ്ങനെ വരുന്നൊരു സന്ദർഭത്തിൽ ഒരു കാര്യം കൃത്യമായിട്ട് വരും, കോൺഗ്രസ് അധികാരത്തിൽ വരത്തില്ല. അതിലേറ്റവും കൂടുതൽ ചുരുങ്ങാൻ പോകുന്ന മുസ്ലിം ലീഗായിരിക്കും. കാരണം അതാണ് ഞാൻ കാണുന്ന എൻ്റെ ഒരു പ്രഡിക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം, ഇപ്പം കോൺഗ്രസും മറ്റുള്ള പൊളിറ്റിക്കൽ പാർട്ടിയും ഇന്ത്യയിൽ ഇല്ലാതാവുമ്പോൾ എന്താണ് അടുത്ത ഓപ്ഷൻ? ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. മൂന്നാമത്തെ ടൈം കഴിഞ്ഞ് നാലാമത്തെ ടൈമിലോട്ട് മോദി അല്ലെങ്കിൽ BJP ഗവൺമെൻറ് പോകുമ്പോഴാണ് ഇവിടെ ഒരു ഒപ്പോസിഷൻ സ്ട്രെങ്തൻ ചെയ്യും. അത് ഈ കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട സംഭവം ഇല്ല എങ്കിൽ എമേർജ് ചെയ്യാൻ പോകുന്ന അടുത്ത വലിയ ഫാക്ടറുണ്ട്. അതെന്തായിരിക്കും? അതായത് ഇപ്പോൾ മോദി ഗവൺമെൻറ് BJP എന്ന് പറഞ്ഞാൽ റൈറ്റ് വിങ് പൊളിറ്റിക്സാണ്. ഗ്രേറ്റ്. അപ്പോൾ അതിൻ്റെ ആശയങ്ങളോട് എതിർപ്പുള്ള ആൾക്കാർ BJPയിലുണ്ട്. അപ്പോൾ അവരുദ്ദേശിക്കുന്ന ഫാർ റൈറ്റ് എന്ന് പറഞ്ഞാൽ ട്രംപിനെ പോലുള്ള സംഭവമാണ് അവരുദ്ദേശിക്കുന്നത്. അതായത് യു കെയിൽ റിഫോംസ് പാർട്ടി, ജർമ്മനിയിൽ ഈ AFD, അത് ഓൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനി എന്നുള്ള AFD, അതേ ആലീസ് വീറ്റൽ അവരെയാണ് ചാൻസലറായിട്ട്. ഇതേപോലെയുള്ള ലീപ്പെൻ, അതായത് ഫ്രാൻസിലുള്ള ഫാർ റൈറ്റ് പാർട്ടി. ഇതിൻ്റെ ഒരു സംഭവമാണ് ഗ്ലോബലിൽ കളിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട പോയിൻ്റാണ്. അതായത് റൈറ്റിനേക്കാളും എക്സ്ട്രീമായിട്ട് ചിന്തിക്കുന്ന ഫാർ റൈറ്റിലോട്ട് പോകും. ഫാർ റൈറ്റിലോട്ടാണ് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. അർജൻറ്റീനയിൽ എന്ത് സംഭവിച്ചു, നെതർലാൻഡ്സിൽ എന്ത് സംഭവിച്ചു, ഈ രാജ്യങ്ങളിലൊക്കെ എന്താണ് സംഭവിക്കുന്നത്? എങ്ങനെയാണ് ഫാർ റൈറ്റ് ഇത്ര ഡോമിനേറ്റ് പവറായിട്ട് വരുന്നത്? അതിൻ്റെ റീസൺസ് ഉണ്ട്. അത് ഞാൻ ലാസ്റ്റ് ഇതിൻ്റെ കൺക്ലൂഡ് ചെയ്യുമ്പോൾ പറയാം. അപ്പോൾ അതേപോലെയുള്ള BJPക്കകത്തുള്ള വലിയൊരു വിഭാഗം ആൾക്കാരും വിശ്വസിക്കുന്ന ചില പോയിൻറ്റ്സ് ഉണ്ട്. ഇപ്പം ഇതൊക്കെ ഞാൻ ഇവരുമായിട്ട് ചർച്ച ചെയ്ത് മനസ്സിലാക്കിയ സംഭവം. അതായത് മോദി ഗവൺമെൻറ് ഇപ്പോൾ തുടരുന്ന പല നയങ്ങളോടും അവർക്ക് പബ്ലിക്കായിട്ടുള്ള എതിർപ്പല്ല, അവർക്കകത്ത് എതിർപ്പുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു ഡിമാൻഡാണ് ഇന്ത്യയിൽ റിസർവേഷൻ എന്ന് പറഞ്ഞ സംഭവം ഫ്രീസ് ചെയ്യണം. എക്കണോമിക് റിസർവേഷനാണ് ആവശ്യം. ഈ പറയുന്ന വലിയൊരു വിഭാഗം BJPക്കകത്തുണ്ട്. അതായത് റിസർവേഷൻ എന്ന് പറഞ്ഞ സാധനം ഇല്ലാതാക്കണം ഇന്ത്യയിൽ. അപ്പം ആലോചിക്കുക, അത് BJPക്ക് കൊണ്ടുവരാൻ പറ്റുമോ? എന്താ കൊണ്ടുവരാൻ പറ്റാത്തത്? കാരണം BJPയെ പിന്തുണയ്ക്കുന്ന അപ്പർ കാസ്റ്റിനേക്കാളും കൂടുതലും OBC, അതിനേക്കാളും ഒരു RSSൻ്റെ നേതാക്കൾ മാത്രമേ ഉള്ളൂ അപ്പർ കാസ്റ്റിൽ. പക്ഷേ RSSൻ്റെ വലിയൊരു ഫ്രെയിം വർക്ക് എന്ന് പറയുന്നതിൻ്റെ അകത്ത് ഇന്ത്യ മുഴുവൻ വ്യാപിച്ച് കിടക്കുന്ന സംഘടന ഏറ്റവും കൂടുതൽ ആൾക്കാർ OBCയിൽ. അപ്പോൾ അതെങ്ങനെ വർക്കൗട്ട് ചെയ്യും? അതുകൊണ്ടത് ഇപ്പോഴത്തെ കറണ്ടായിട്ടുള്ള BJPക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും നടത്താൻ പറ്റുന്നില്ല. പിന്നെ RSSൻ്റെ അവരുടെ ഒരു സംഭവമാണ് ദേശീയവൽക്കരണം. അതായത് ദേശീയ രീതിയിലുള്ള സംഭവങ്ങൾ, ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന് മറ്റുള്ള പ്രൈവറ്റ് ഇന്ത്യക്കാരനായിരിക്കുള്ള സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ അതും RSSന് വലിയ പ്രശ്നം. അതിൻ്റെ ഭാഗമായിട്ടാണ് BMS പലയിടത്തും സ്വകാര്യവൽക്കരണത്തെ എതിർക്കുന്നത്. നമ്മൾ ഓരോ പോയിന്റുകൾ നോക്കുകയാണ്. അപ്പോൾ RSSനെയും BJPയെയും കൊണ്ട് ഇനി ഒരു എക്സ്ട്രീം ഫാറായിട്ട് വരാൻ പറ്റത്തില്ല. അതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട പോയിന്റ്. അപ്പോൾ അടുത്ത എന്തുവാ സംഭവം എക്സ്ട്രീം ഫാർ എന്ന് പറയുന്നത്? അപ്പോൾ അതിനകത്ത് അവരുടെ ഏറ്റവും വലിയ ഡിമാൻഡ് എന്തായിരിക്കും? ഈ റിസർവേഷൻ സംഭവം ഇല്ലാതാക്കുക, 1. 2, ഇന്ത്യയിൽ ഈ പറയുന്ന പോലെയുള്ള റിഫോംസിനേക്കാളും ഫാസ്റ്റ് റിഫോംസ് കൊണ്ടുവരിക. എന്താണ് ഫാസ്റ്റ് റിഫോംസ്? അതായത് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് മാത്രമല്ല, മറ്റു പലതും ഏറ്റവും കൂടുതൽ റിഫോംസിൻ്റെ അടിയിലോട്ട്, ആ സ്ലാബിലോട്ട് കൊണ്ടുവന്നിട്ട് എന്നാൽ മാത്രമേ ഇന്ത്യ മാറാൻ കഴിയൂ എന്ന് വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗമുണ്ടോ? കാരണം ഈ ഡയസ്പോറയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡിസ്കഷൻ നടക്കുമ്പോൾ റെഡ് ടേപ്പ് ഒരു പ്രശ്നമാണ്, ബ്യൂറോക്രസി ഒരു പ്രശ്നമാണ്. അപ്പം അതിനേക്കാളുപരി ഫാർ റൈറ്റ് പറയുന്ന ഇതേപോലെയുള്ള റിഫോംസ് കൊണ്ടുവരുമ്പോൾ
വലിയ രീതിയിൽ റിഫോംസ് കൊണ്ടുവരുമ്പോൾ ഇന്ത്യക്ക് പെട്ടെന്നുള്ള മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ഇതിനകത്ത് വിശ്വസിക്കുന്ന മറ്റു പല ആൾക്കാർ അവർ പറയുന്നത് ഇന്ത്യയിലെ ഡെമോക്രസി, എല്ലാത്തിനും എതിർക്കുന്ന ഡെമോക്രസി, ഒരു ഗവൺമെൻറ് സംഭവം കൊണ്ടുവരും, അതിനെ പെട്ടെന്ന് എതിർക്കുക, അതിനെ താറടിച്ച് കാണിക്കുക, അത് മാറണം എന്ന് വിചാരിക്കുന്ന പറയുന്ന വലിയ കൂട്ടരുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് ഒരു പോളിസി കൊണ്ടുവരും, ആ പോളിസി ജനങ്ങൾക്ക് വേണ്ടിയാണ്, അതിനെ പെട്ടെന്ന് എതിർക്കുക, അതിനെ പെട്ടെന്ന് ഹോൾഡ് ചെയ്യുക, അതുണ്ടാകാൻ പാടില്ല. അതിന് ഏറ്റവും ഒരു പ്രധാനമായിട്ട് പറയുന്നത് അഗ്രികൾച്ചർ പോളിസിയാണ്. അതായത് കേന്ദ്രത്തിൻ്റെ കൃഷി അതുമായിട്ട് പറ്റ ബില്ല് ഇതേപോലെയുള്ള റെസിസ്റ്റൻസ് ഉണ്ടായ സമയത്ത് പെട്ടെന്ന് അത് ഹോൾഡ് ചെയ്ത് പിന്നെ അത് മരവിപ്പിച്ചു. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഒരു വഖഫിൻ്റെ ബില്ല് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വഖഫുമായിട്ട് ബന്ധപ്പെട്ട ബില്ല് എന്തിനാണ് ഗവൺമെൻറ് അതായത് വഖഫ് ഗവൺമെൻറ് അവർ പറയുന്ന സംഭവം വഖഫിന് 1% പോലും ലാൻഡ് കൊടുക്കാൻ പാടില്ല. വഖഫിൻ്റെ മുഴുവൻ ലാൻഡും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഏറ്റെടുക്കണം എന്ന് പറയുന്നവരാണ് ഫാർ റൈറ്റ്. അതിൻ്റെ പ്രധാനമായിട്ട് ഫാർ റൈറ്റ് പറയുന്ന സംഭവമുണ്ട്. OBC റിസർവേഷൻ്റെ അകത്ത് മുസ്ലിം എന്ന് പറയുന്ന സാധനം വരാൻ പാടില്ല. അവർ പറയും എല്ലാ രീതിയിലും എക്കണോമിക്കലി ആരാണ് പുറകിൽ നിൽക്കുന്നത് അവർക്ക് മാത്രം റിസർവേഷൻ കൊടുക്കുക, മെറിറ്റാണ് അടിസ്ഥാനം. അപ്പം അതിനകത്ത് പറയുന്ന മറ്റൊരു കൂട്ടരുണ്ട്, SC ആൻഡ് ST പോലും അവർക്ക് റിസർവേഷൻ കൊടുക്കുമ്പോൾ അത് എക്കണോമിക് ബേസിലായിരിക്കണം. അവരൊന്നുമില്ലാത്ത ആൾക്കാർക്ക് കൊടുക്കുക, പക്ഷേ അതും എക്കണോമിക് ബേസിൽ തന്നെ ആയിരിക്കണം. ഇതാണ് സംഭവം. അതായത് റിസർവേഷനിൽ കൂടെ ജോലി മാത്രമല്ല, എഡ്യൂക്കേഷൻ മാത്രമല്ല, അവർക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട പ്രൊമോഷനാണെങ്കിലും അതും നിർത്തണമെന്നാണ് ഈ ഫാർ റൈറ്റ് പറയുന്നത്. അതേപോലെയുള്ള ഫാർ റൈറ്റ് അവരുടെ ഏറ്റവും വലിയ ഡിമാൻഡുണ്ട്. ഇതൊന്നുമല്ല, ഇന്ത്യയിൽ വന്നിരിക്കുന്ന എല്ലാ ബംഗ്ലാദേശികളെയും പുറത്താക്കും. ഇപ്പം നിങ്ങൾ ഇത് എവിടെ വന്നേ, ഇതവർ ചർച്ച ചെയ്യുന്ന സംഭവമാണ്. ഇത് RSSന് പോലും ഉൾക്കൊള്ളാത്ത രീതിയിലാണ് ഇവർ പറയുന്നത്. അപ്പം അങ്ങനൊരു മൂവ്മെൻറ്റ് ലോകത്ത് മുഴുവൻ ഈ ഫാർ റൈറ്റ് ഉണ്ടാകുമ്പോൾ ആ ഒരു മൂവ്മെൻറ്റ് BJPക്കും മോദിക്കും എതിരെ BJPക്ക് അകത്തും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതെൻ്റെ ഒരു പ്രഡിക്ഷൻ ആക്ച്വലി. കാരണം അപ്പുറത്ത് നിങ്ങൾ മനസ്സിലാക്കണം, ഇപ്പോൾ ഇത്രയും നാളും ഭരണത്തിൽ ഇരിക്കുമ്പം അപ്പുറത്ത് എതിർക്കാൻ പ്രതിപക്ഷം ഇല്ല എങ്കിലും പിന്നുണ്ടാകുന്ന സംഭവം എന്തോ, ആ പാർട്ടിക്കകത്ത് തന്നെ വേറെ മൂവ്മെൻറ്റുകൾ ഉണ്ടാവും. ആ മൂവ്മെൻറ്റുകൾ ഉണ്ടാകുമ്പോൾ എന്താണ് ഉണ്ടാകുന്നത്? അപ്പം അതിൻ്റെ ആശയങ്ങളെന്ന് പറഞ്ഞാൽ ഇന്ന് മോദി ഗവൺമെൻറ് കൊണ്ടുപോകുന്ന ഈ സോഫ്റ്റ് ഹിന്ദുത്വത്തെക്കാളും ഒരു ഹാർഡ് കോർ ഹിന്ദുത്വത്തിലോട്ട് കയറാനുള്ള പരിപാടിയായിരിക്കും. അപ്പം ഇതെല്ലാം കൂടാണെന്ന് ഞാൻ ക്ലബ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യ എന്ന് പറഞ്ഞ പല ഭാഷകളും പല രീതിയിൽ പോകുന്ന ആൾക്കാർക്കും ഇത് ഒരുമിച്ച് പോകാൻ സാധിക്കുമോ? പിന്നെ അവരുടെ മറ്റൊരു ഡിമാൻഡുണ്ട്. ഈ ഹാർഡ് കോറായിട്ടുള്ള ഈ ഫാർ റൈറ്റിൻ്റെ ഒരു പറയുന്ന ഇംഗ്ലീഷ് ലാംഗ്വേജ് വേണ്ട, ഹിന്ദി മതി. ഇതൊക്കെയാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ഇപ്പോൾ ഹിന്ദി എന്ന് പറഞ്ഞ ലാംഗ്വേജ് ഈ ഫാർ റൈറ്റ് അത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം ശിഥിലമായി പോകും. ഞാൻ ഓരോ പോയിന്റുകൾ നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഇന്ത്യ എന്ന് പറഞ്ഞാൽ അതേപോലെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ വിദ്യാഭ്യാസത്തെ ബാൻ ചെയ്യണമെന്നാണ് ഈ ഫാർ റൈറ്റ് പറയുന്നത്. അപ്പം ഞാനൊരു കാര്യങ്ങൾ പറയും, എന്താണ് ഇവർ ചിന്തിക്കുന്നത്, ഏത് രീതിയിലാണ് ഇത് പോകുന്നത്, അതായത് ഫാർ റൈറ്റ് ഒരു പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ് ഇന്ത്യയിൽ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഇവിടുത്തെ സോഷ്യലിസ്റ്റ് എക്കോണമി ആണെങ്കിലും ഇടതുപക്ഷത്തിൻ്റെ തിയറിയാണെങ്കിലും കോൺഗ്രസിൻ്റെ സോഷ്യലിസ്റ്റ് മനോഭാവമാണെങ്കിലും ആ ഒരു ഫിലോസഫി ഇന്ത്യയിൽ ഇനിയും വർക്കൗട്ട് ചെയ്യത്തില്ല. ചെറിയ പാർട്ടിയിൽ സംഭവം ഒന്നും വർക്കൗട്ട് ചെയ്യത്തില്ല. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഇപ്പോൾ തമിഴ്നാട്, ആന്ധ്ര, അതേപോലെ നോർത്ത് ഈസ്റ്റേൺ പല സ്റ്റേറ്റുകൾ, ഈസ്റ്റേൺ ഇന്ത്യ, ഈ പറയുന്ന ഫാർ ഈസ്റ്റുമായിട്ട് എങ്ങനെ യോജിച്ചു? പക്ഷെ അങ്ങനൊരു മൂവ്മെൻറ്റിന് ഇന്ത്യയിൽ പ്രാധാന്യമുണ്ട്. അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട. അത് ഈ RSSനേക്കാൾ എക്സ്ട്രീമാണ്. RSS ഈ രീതി ചിന്തിച്ച് കഴിഞ്ഞാൽ RSS ഇല്ലാതായിപ്പോയി. കാരണം അതിൻ്റെ OBC ആയിട്ട് ബന്ധപ്പെട്ട ഈ റിസർവേഷൻ വേണ്ട, അത് വേണ്ട, ഇത് വേണ്ട എന്ന് പറഞ്ഞായിപ്പോൾ ഹിന്ദിയുമായിട്ട് ബന്ധപ്പെട്ട് ഹിന്ദിയാണ് ഒറ്റ ലാംഗ്വേജ് ഉള്ളൂ എന്ന് പറഞ്ഞു കഴിയുമ്പം അതിന് മറ്റുള്ള സപ്പോർട്ട് ചെയ്യുന്ന മറ്റുള്ള ഭാഷക്കാരുണ്ട്. ഇപ്പോൾ തമിഴനാണെങ്കിലും കന്നഡയാണെങ്കിലും മറ്റുള്ള ഭാഷ അവരെങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും? ഇങ്ങനൊരു ഡിസ്കഷൻ ഇന്ത്യയിലുണ്ട്. കാരണം കോൺഗ്രസ് ഇല്ലാതായി. ഇനി കോൺഗ്രസിന് മുന്നോട്ടുള്ള ഭാവിയില്ല. ഇതിനകത്ത് ഏറ്റവും ഞാൻ പല ആവർത്തി പറഞ്ഞിട്ടുള്ള സംഭവമാണ് എന്താണ് രാഹുൽ ഗാന്ധിയെ പറ്റി. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധി ഈ ഡൽഹി ഇലക്ഷനായിട്ട് ബന്ധപ്പെട്ട എല്ലാ ബുക്കിനും മൂലയിൽ എല്ലായിടത്തും പ്രചരണം നടത്തി. അതായത് മനസ്സിലാക്കേണ്ട പോയിൻ്റുണ്ട്, അവർ ഒരു പൊളിറ്റിക്കൽ ചാമെന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ആൾക്കാർ കൂടുന്നു, വോട്ട് ചെയ്യുന്നു, ഇവർ പറയുന്നത് ശ്രദ്ധിക്കുന്നു.
ഇപ്പം ബേസിക്കലി ഇന്ത്യൻ വോട്ടേഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവന് കോമൺ സെൻസ് ഉള്ളവനാ. അവനിതൊക്കെ സെൻസ് ചെയ്യാൻ പറ്റും. അവൻ സെൻസ് ചെയ്തപ്പോൾ മനസ്സിലായത് എന്തുവാ, ഇത് രണ്ടും ഈ പറയുന്ന രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അവരുടെ തോട്ട് പ്രോസസ്സ്, അവരെന്താണ് ഇന്ത്യയെ പറ്റി ചിന്തിക്കുന്നതും ഒരു സാധാരണ വോട്ടർ ചിന്തിക്കുന്നതിനേക്കാളും ഏറ്റവും താഴെ. അവർക്ക് അത്രയും ബുദ്ധിയുള്ളൂ, അത്രയും യുക്തിയുള്ളൂ. അവർക്ക് ഇന്ത്യ മുന്നോട്ട് കാണാൻ അവന് താല്പര്യമില്ല. അതുകൊണ്ടാണ് ഇവരെ താല്പര്യമില്ലാത്തത്. കാരണം ഇവർ പുതിയ ഇന്ത്യയെ പറ്റിയും പുതിയ ജനറേഷനെ പറ്റി എങ്ങനെയാണ് ഇന്ത്യ ഒരു ഗ്ലോബൽ പവർ ആവുന്നതിനെപ്പറ്റി ഇവർ സംസാരിക്കുന്നില്ല. കാരണം ഇവർക്ക് അതിനെപ്പറ്റി അറിയും. ഇവരുടെ ധാരണ ഈ പുതിയ ജനറേഷനുണ്ട്, മനസ്സിലാക്കുക. ഏകദേശം 10 കോടിയോളം പുതിയ വോട്ടേഴ്സുണ്ട്. കഴിഞ്ഞ ഏകദേശം 10 വർഷം കൊണ്ട് ഇന്ത്യയിലുണ്ടായ 10 കോടി പുതിയ വോട്ടേഴ്സ്. ഈ 10 കോടി പുതിയ വോട്ടേഴ്സ് എന്ന് പറയുന്നവർ അതിൽ 1% പോലും കോൺഗ്രസ് പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ തയ്യാറാവുന്നില്ല. കാരണം ഈ 18 കഴിഞ്ഞ 10 വർഷം കൊണ്ടുണ്ടായ 18 കഴിഞ്ഞ വോട്ടിംഗ് പ്രായമുള്ളവർ എന്തുകൊണ്ടാണ് തയ്യാറാകാത്തത്? അവർക്ക് ഈ രാഹുൽ ഗാന്ധിയേക്കാളും പ്രിയങ്ക ഗാന്ധിയേക്കാളും ബോധമുണ്ട്. ഈ ലോകം എന്താണ്, ഇന്ത്യയുടെ പ്രാധാന്യം എന്താണ്, ഇന്ത്യക്ക് ഏതൊക്കെ രീതിയിൽ ഡെവലപ്പ് ചെയ്താൽ അവരുടെ ഫ്യൂച്ചർ സെക്യൂർഡാകും. ഇതിനൊന്നും ഉത്തരം കൊടുക്കാൻ കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കൾക്ക് കഴിയുന്നു. ഇതെൻ്റെ വാക്കല്ല, ഇത് കപിൽ സിബലാണ് പറഞ്ഞത്. പിന്നീട് അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പോയി, പിന്നെ പാർട്ടിയായിട്ട് ലോഹ്യം. അപ്പം ഇതിനെ അഡ്രസ്സ് ചെയ്യാൻ കഴിയാത്തിടത്തോളം കാലം ഇന്ത്യയിലെ പ്രതിപക്ഷമായിട്ടും ഒരു കോൺഗ്രസ് പാർട്ടി ഇല്ലാതാവും. നിങ്ങൾ വരാനുള്ള ദിവസങ്ങൾ കണ്ടോണം. കോൺഗ്രസ് ശിഥിലമായി പോകും. കാരണം കോൺഗ്രസ് പിരിച്ചുവിടുക വരാൻ പോകുന്ന 10 കൊല്ലത്തിനുള്ളിൽ മാറ്റങ്ങളില്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി എന്നേക്കും ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇങ്ങനൊരു പാർട്ടിയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടി തന്ന എന്നല്ലാതെ ഫർദറായിട്ട് ഇതിനെപ്പറ്റി ഒന്നും പറയാൻ കഴിയാത്ത രീതിയിലാക്കി ഈ പാർട്ടി മാറും.